ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴച്ചുണ്ട് വെച്ചൊരു തോരൻ വെച്ചാലോ? ഏറെ പോഷകപ്രദമായ നമ്മുടെ വാഴച്ചുണ്ട് മിക്കവാറും എല്ലാവരും തോരൻ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. നമുക്കിന്നൊരു ഏത്തവാഴയുടെ വാഴച്ചുണ്ടാണ് കിട്ടിയത്. ഈ വാഴ കുലച്ച് അതിൻ്റെ കായ്കളെല്ലാം വിരിഞ്ഞു തീർന്നു. ഇനി നമുക്കിത് അടർത്തിയെടുക്കാം. ഇതിൻ്റെ മൂത്ത് വന്ന പോളകളെല്ലാം നമുക്ക് പൊളിച്ചു മാറ്റി നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറ കളയാൻ കുറച്ച് എണ്ണ നമുക്കിതിലൊന്ന് തടവിയെടുക്കാം. നന്നായിട്ട് എണ്ണ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് കഴിയുമ്പം ഇതിൻ്റെ കറയൊക്കെ പോയി കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ അരപ്പിന് ആവശ്യമായ തേങ്ങ നമ്മളെടുത്തു, പച്ചമുളക് എടുത്തു, ചുവന്നുള്ളി, വെളുത്തുള്ളി, ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചു. ഇനി ഇതിന് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് അരി കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് താളിച്ചതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വാഴച്ചുണ്ട് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ആവിയിൽ വെന്ത വാഴച്ചുണ്ടിലേക്ക് നമുക്ക് അരപ്പും കൂടി ചേർക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച് ആ ആവിയിൽ തന്നെ വെന്ത് കിട്ടും. അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പിൻ്റെ പച്ചച്ചവ് മാറുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അരപ്പ് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകാതെ നോക്കണം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. ഒരാവി കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. വാഴച്ചുണ്ട് തോരൻ വെക്കുമ്പോൾ പയറ്, പരിപ്പ് ഇതൊക്കെ വേവിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ വാഴച്ചുണ്ട് വെച്ച് നമുക്ക് സൂപ്പറായി കട്ട്ലേറ്റ് ഉണ്ടാക്കാനും പറ്റും. എല്ലാത്തരം വാഴയുടെ ചുണ്ടുകളും നമുക്ക് തോരൻ വെക്കാൻ പറ്റില്ല. ചിലതൊക്കെ നമുക്ക് കയ്പുണ്ടാക്കും. പ്രധാനമായും നമ്മൾ ഏത്തവാഴയുടെയും പാളയംതോടൻ്റെയും വാഴച്ചുണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.